നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും മലയാളിയുമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷെ ആ ഒരു വാർത്തകൾ ഏകദേശം 99.9 ശരിയാണെന്ന് അതായത് സഞ്ജു തന്നെ സ്ഥിരീകരിച്ചതായി ക്രിസ്മസും ESPN ഒക്കെ സ്പോർട്സ് ചാനലൊക്കെ ഏകദേശം റിലയബിൾ സോഴ്സ് തന്നെയാണ്. അപ്പൊ ഏകദേശം സഞ്ജു തന്നെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ ലേലത്തിൽ വിടണമെന്ന് അവരുടെ അതായത് രാജസ്ഥാൻ ഫ്രാഞ്ചൈസിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. അതിനുവേണ്ടി ചെന്നൈയോട് ജഡേജ ട്രാൻസ്ഫർ വിൻഡോയിൽ ജഡേജയാണ് ഗെയ്ക്വാദിനെയൊക്കെ തരണമെന്നും പറഞ്ഞുകൊണ്ടും ന്യൂസുകൾ പ്രചരിച്ചിരുന്നു. പക്ഷെ സഞ്ജു എന്തുകൊണ്ടാണ് രാജസ്ഥാൻ മാനേജ്മെന്റ് സഞ്ജുവിനെ ഒരുപക്ഷെ വളർത്തിക്കൊണ്ടുവന്നവരാണെന്ന് വേണമെങ്കിൽ സമ്മതിക്കേണ്ടി തന്നെ വരും. എന്തുകൊണ്ടാണ് സഞ്ജു ആ ഒരു കാര്യത്തിൽ നിന്ന് അതായത് തന്റെ ഇഷ്ട ഫ്രാഞ്ചൈസിയിൽ നിന്ന് സഞ്ജു പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ചില സ്പോർട്സ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോസ് ബട്ട്ലർ ആണ് ഇതിന് ഒരു കാരണം. പലവിധ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ജോസ് ബട്ട്ലർ ആണ് ഇതിനും ആയിട്ടൊരു മെയിൻ ആയിട്ടുള്ള കാരണം സഞ്ജു എന്നൊരു ക്യാപ്റ്റന്റെ പല വാക്കുകളും കേൾക്കാതെ ജോസ് ബട്ട്ലർ തുടങ്ങിയ താരങ്ങളെയൊക്കെ ലേലത്തിൽ വിടുകയും പിന്നെ സഞ്ജുവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള താരങ്ങളെയൊന്നും ഇവർ ലേലത്തിൽ എടുത്തില്ല അല്ലെങ്കിൽ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം റിപ്പോർട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ക്യാപ്റ്റന്റെ വാക്കിന് വിലയില്ല, അത് പൂർണ്ണമായ വില ഫ്രാഞ്ചൈസി കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. അതായത് ജോസ് ബട്ട്ലറെ 5 പേരെ നിലനിർത്തിയിരുന്നല്ലോ: ഷിംറോൺ ഹെയ്റ്റ്മർ, റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, സന്ദീപ് ശർമ്മ, സഞ്ജു സാംസൺ. മെഗാ താര ലേലത്തിൽ വിട്ട ആളുകളാണ്. അതിന് പകരം വിട്ട ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട്, അങ്ങനെ കുറെ പേരെ വിട്ടവര്. പക്ഷേ അതിന് പകരം നിലനിർത്തിയത് കൃത്യമായി ഫോം പിന്തുടരാത്ത ഷിംറോൺ ഹെയ്റ്റ്മേറെയാണ്. സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലറെ നിലനിർത്തണം. വർഷങ്ങളുമായുള്ള ബന്ധമാണ്. കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ രാജസ്ഥാനെ ഒരു സെമി ഫൈനലിലേക്ക് എത്തിക്കുവാൻ കൃത്യമായിട്ട് ജോസ് ബട്ട്ലർ കഴിഞ്ഞു. വലിയ ഇന്നിങ്സ് കളിച്ചത് ജോസ് ബട്ട്ലർ തന്നെയാണ്. ജോസ് ബട്ട്ലറും സഞ്ജു സാംസൺ ടീം ഒരു സെറ്റായി പോവുകയായിരുന്നു. സഞ്ജു അതിനിടയ്ക്ക് ഒരു പരാമർശം നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. അതായത് സഞ്ജുവിനെ എങ്ങനെ ഇത്തരം വർഷങ്ങൾ കൂടുമ്പോൾ മെഗാ താരലേലം വരണം, അതായത് താരങ്ങളെ കൈമാറ്റം ചെയ്യണം അല്ലെങ്കിൽ വിടണം, ഇത്ര പേരെ നിലനിർത്താൻ പറ്റുള്ളൂ എന്നൊരു നിയമം തനിക്കാണ് നിർണ്ണയിക്കാൻ ഒരു അധികാരം കിട്ടുന്നതെങ്കിൽ തീർച്ചയായും താൻ ആ നിയമം എടുത്ത് മാറ്റിയേനെ. ഇത്ര വർഷങ്ങളായി നിലനിന്നുകൊണ്ടിരുന്ന ഒരു ടീം ബോണ്ടിങ്, അതേപോലെ ടീംമേറ്റുമായുള്ള ബന്ധം, അദ്ദേഹം അതായത് അവരൊരു കുടുംബമായിട്ടാണ് കണ്ടിരുന്നത്. ആ ഒരു ബന്ധമൊക്കെ അവസാനിച്ചു പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് ബട്ട്ലറെ ഫ്രാഞ്ചൈസി ഒഴിവാക്കിയതിൽ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ, പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അപ്പോ ജോസേട്ടനുമായുള്ള ബന്ധം വിട്ടതൊക്കെ സഞ്ജു സാംസന് പ്രശ്നമായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ ഏകദേശം ഒരു 15.75 കോടി രൂപയ്ക്കായിട്ട് സ്വന്തമാക്കിയിട്ട് അവിടെ വളരെ മനോഹരമായ ഇന്നിങ്സ് ആണ് കഴിച്ചുകൂട്ടിയത്. ഇവര് ഈ മെഗാ താരലേലം കഴിഞ്ഞപ്പോൾ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ വിധി പല ക്രിക്കറ്റ് എക്സ്പെർട്സും ആരാധകർ തന്നെ വിധി എഴുതിയിരുന്നു. കാരണം ഇവർക്ക് ഒരു രക്ഷയില്ല എന്ന് വിധി എഴുതിയിരുന്നു. അത്തരത്തിലുള്ള ടീമാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആരൊക്കെയാണ് എടുത്തത് കഥയൊന്നും പറയണ്ടല്ലോ. പിന്നീട് നടന്നതൊക്കെ കോമഡിയായി തന്നെ നിങ്ങൾക്ക് മുന്നിലും ചരിത്രപരമായ കോമഡിയായി തന്നെ അവശേഷിക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ജോസേട്ടനെ വിട്ടത് കൊണ്ട് സഞ്ജു ആ ഒരു സഞ്ജു ടീം വിടുന്ന പലവിധ കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് എന്ന് പറയുമ്പോൾ സഞ്ജു എത്രമാത്രം തന്നെ ടീമിലെ സീനിയർ കളിക്കാരെയും താഴേക്കിടെയുള്ളവരെയും ഒരുമിച്ച് സഞ്ജുവിനേക്കാൾ താഴേക്കിടയെന്ന് ഉദ്ദേശിച്ച സഞ്ജുവിനേക്കാൾ സീനിയർ ആയാത്ത ആളുകളാണ് കേട്ടോ, അല്ലാതെ ആരും താഴേക്കിടയിലല്ല, എല്ലാവരും ഒന്നാണ്. ഉള്ളവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത് ക്യാപ്റ്റൻ ആയിരുന്നു സഞ്ജു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിനാണ് നഷ്ടം, സഞ്ജു സാംസൺ അല്ല. അതിന് പലവിധ കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അതിനകത്തൊരു കാരണമാണ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്, ടീമിനെ ഒത്തിണക്കത്തോടെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോ ഇത്തരം വാർത്തകൾ കണ്ടപ്പോൾ നിങ്ങളുമായി, ചെറിയ വാർത്തയാണ് പക്ഷെ ഇത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. കാരണം എന്താണെന്നറിയോ? ഇവർ മെഗാ താരലേലത്തിൽ വിട്ടിട്ട് പിന്നീട് നിലനിർത്തിയതും സ്വന്തമാക്കിയതുമായ ടീമിനെ വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാൻ കഴിഞ്ഞ സീസണിൽ IPL ഒരു കോമഡി പീസ് തന്നെയാണ് എന്ന് കൃത്യമായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഒരു ഇത്തരത്തിലൊരു ക്രിക്കറ്റ് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നു എന്ന വിശ്വാസത്തോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.